കണ്ണൂർ ADM-ആയിരുന്ന നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആത്മഹത്യയെ സംബന്ധിച്ച് വലിയ വിവാദങ്ങളാണ് കേരളത്തിലുള്ളത്. അതിൽ ആക്ഷേപിക്കപ്പെട്ടത് അന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയുടെ പരാമർശമാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇപ്പോൾ അത് സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിരുന്ന അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞ് നവീൻ ബാബുവിന്റെ ഭാര്യ ഗവൺമെന്റിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ CBIക്ക് അന്വേഷണം വിട്ടതായി വാർത്ത വന്നു. ഇത് ആ കാലം മുതൽ തന്നെ ചില സംശയങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നതാണ്. ഒരു കാര്യം, ഒരു ഭരണാധികാരി തലത്തിൽ PP ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ അവിടെ ഒരാൾ ഒരു പെട്രോൾ പമ്പിന് അനുമതിക്ക് വേണ്ടി അപേക്ഷ നൽകുന്നു. ആ അപേക്ഷ മനഃപൂർവ്വമായി നിരസിക്കുന്നു, അല്ലെങ്കിൽ അപേക്ഷ തീരുമാനമാകാതെ മാറ്റിവെക്കുന്നു. നിരന്തരമായി സ്വാഭാവികമായ ഒരു പൊതുപ്രവർത്തകർ തലത്തിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആളാണ്. എന്റെ അടുത്ത് എത്രയോ കാര്യത്തിൽ ആളുകൾ ശുപാർശയായി വന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ വിളിച്ച് ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം, സമയത്ത് ചെയ്തിട്ടില്ല, അത് ചെയ്യണമെന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. PP ദിവ്യയും അത്തരത്തിലൊരു നിർദ്ദേശമല്ലാതെ മറ്റെന്തെങ്കിലും അനാവശ്യം കാണിച്ചതായി പറയാൻ കഴിയില്ല. പക്ഷേ PP ദിവ്യ നിരന്തരമായി പറഞ്ഞിട്ടും അക്കാര്യത്തിൽ തീരുമാനമെടുക്കാതിരുന്ന നവീൻ ബാബു ഒരു സുപ്രഭാതത്തിൽ അതിന് അനുമതി കൊടുത്തത് PP ദിവ്യ അറിഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇത് ഒരു അഭിലഷണീയമായ മാർഗത്തിലൂടെയല്ല. കാരണം അദ്ദേഹം അതുവരെ പറഞ്ഞ തടസ്സവാദങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് അദ്ദേഹം അനുമതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായി ചില സംശയങ്ങളുണ്ടാകും. ആ സംശയം അതിനകത്തിൽ ആകെ ഉണ്ടായൊരു കുഴപ്പം, നവീൻ ബാബുവിന്റെ സ്ഥലമാറ്റ യാത്രയപ്പ് യോഗത്തിൽ ആ അറിയിപ്പില്ലാതെ കടന്നു ചെന്നു എന്നുള്ള ഒഴിച്ചാൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റുള്ളതായി കാണാൻ കഴിയില്ല. അപ്പോ അത്തരത്തിലൊരു കാര്യത്തിൽ അവര് ആ വിളിക്കാതെ അവിടെ കയറി ചെന്നു എന്നുള്ളൊരു തെറ്റ് മാത്രമാണ് അവരുടെ ഭാഗത്തുള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഉടനെ ചാടി ആത്മഹത്യ ചെയ്ത ആളാണെങ്കിൽ ഈ രാജ്യത്ത് ആർക്കും ആരോടൊന്നും പറയാൻ കഴിയില്ലല്ലോ. ഭരണകർത്താക്കൾക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ വിളിച്ച് നിർദ്ദേശം കൊടുക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ തെറ്റ് ചെയ്തതായി ശാസിക്കാൻ കഴിയുമോ? ഒന്നും കഴിയില്ല. അപ്പോ മാനസികമായി ചില കാര്യങ്ങളെ താങ്ങാൻ കഴിവില്ലാത്ത ഒരാള് അയാളുടെ മാനസിക ദൗർബല്യം കൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്തതിന് PP ദിവ്യ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അതാണ് ഇപ്പൊ ഇവിടെ നടന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയ അന്വേഷണത്തിലായാലും ഇപ്പൊ CBI അന്വേഷിച്ചാലും എങ്ങനെ ഒരു പരാമർശം കൊണ്ട് മാത്രം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായാൽ ഭരണാധികാരികൾ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യുന്നത് ഇന്നും ഇന്നലെയല്ല, അത് പണ്ട് മുതലേ തന്നെ ഉണ്ടായിട്ട് ഇപ്പോഴും ചെയ്യില്ലേ? ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്റെ വകുപ്പിലോ അല്ലെങ്കിൽ താൻ ഭരിക്കുന്ന സംസ്ഥാനത്തെ ഏതെങ്കിലും കാര്യത്തിൽ സമയബന്ധിതമായ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയ കാര്യം നടന്നില്ലെങ്കിൽ അന്വേഷിക്കില്ലേ? അന്വേഷിച്ച് കാര്യങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ ശാസിച്ച് സംസാരിക്കാറില്ലേ? ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ സിവിൽ സർവീസിന്റെ ഭാഗമാണ്. അതിനപ്പുറത്ത് എന്ത് തെറ്റാണ് ദിവ്യ ചെയ്തത്? മറ്റൊന്ന്, PP ദിവ്യ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം തന്റെ മക്കളെയും ഭാര്യയെയും കുടുംബത്തെയും ഒന്നും ഓർക്കാതെ ഒറ്റയടിക്ക് ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഏതുതരം മനസ്സാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്? അപ്പൊ ആ മരിച്ച ആള് ഈ കുറ്റബോധം കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? അപ്പൊ അതിന് PP ദിവ്യ തെറ്റുകാരിയാണെന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തത്തോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്നില്ല. തന്നെ ഇപ്പൊ UDF ഇപ്പൊ ഈ CBI കൊണ്ട് അന്വേഷിപ്പിച്ചാലും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ അവര് നേരിട്ട് ഇയാളുടെ ആത്മഹത്യയിലൊന്നും അവര് ഏതെങ്കിലും കുറ്റകരമായ ഇടപെടൽ നടത്തിയാൽ ആർക്ക് തെളിയിക്കാൻ പറ്റും? CBIക്ക് എന്ത് തെളിയിക്കാനാ പറ്റുമെന്ന് പറയുന്നത്? അപ്പൊ ഇതിനകത്തിലൊക്കെ നമുക്ക് കാണേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ വൈകാരികമായി ആ പ്രശ്നങ്ങളെ കാണുന്ന ഒരു സമീപനമാണെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ആ വൈകാരിക സമീപനങ്ങളെ ആളുടെ പുറകിൽ ഓടുന്ന ഒരു ജനതയെ ഇന്ന് കേരളത്തിൽ കാണാൻ, ആ വൈകാരികതയുടെ പുറകിൽ ഓടിയാൽ ഈ രാജ്യത്ത് ഏതെങ്കിലും മനുഷ്യന് എന്തെങ്കിലും കാര്യം ആരോടെങ്കിലും പറയാൻ കഴിയുമോ? ഏതെങ്കിലും മനുഷ്യന് ഒരു ഭരണരംഗത്ത് നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുമോ? ഒന്നും കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന CBI അന്വേഷണം ഒന്ന് ഉമ്മാക്കി ഒരു തരത്തിലും നിലനിൽക്കാൻ പോകുന്നില്ല. അറിഞ്ഞില്ലേ, അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത. അലങ്കാർ ബുധനാഴ്ച ചന്ത. പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു. ഫ്രഷ് ഐറ്റം, ഒപ്പം വിലക്കുറവും. എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അരി, വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് 50% കൂടുതൽ വിലക്കുറവ്. അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത്. അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ. അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, പത്തനംതിട്ട, കോന്നി, ചങ്ങനാശ്ശേരി.